നവകേരള മാർച്ച് തുടങ്ങിയതിന് ശേഷം കേരളത്തിൻ്റെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബി ഞങ്ങൾ ജാഥ തുടങ്ങുമ്പോൾ 96,000 കോടി റുപ്യയായിരുന്നു അവരുടെ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ 1,10,000 കോടി റുപ്യയുടെ നിക്ഷേപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. എന്ന് പറഞ്ഞാൽ ശബരിപാത കൂടി 1,900 കോടി ശബരിപാതക്ക് കിഫ്ബി തന്നെയാണ് പണം നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് റോഡ് വികസന പദ്ധതികളും ചേർന്ന് 1,10,000 കോടി റുപ്യയുടെ പ്രൊജക്റ്റ് അംഗീകരിച്ചു എന്ന ആവേശകരമായ വാർത്ത നമ്മളിന്ന് കാണുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അവരുടെ സാമ്പത്തിക പ്രതിരോധത്തെയും മറികടക്കാൻ കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക സ്ഥിതി കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഭാവനാപൂർവം കിഫ്ബിയെ നമ്മൾ ഉപയോഗിച്ചത്. അത് വൻ മുന്നേറ്റം സൃഷ്ടിക്കുന്നു, ലോകത്തിന് മാതൃകയായിട്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന വസ്തുത. നവകേരള യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നഗര നയം കേരള ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് നഗര നയം രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വേർതിരിവില്ലാത്ത രീതിയിൽ നഗര ഗ്രാമ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അടുത്ത 25 വർഷക്കാലത്തേക്കുള്ള വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരനയത്തിന് രൂപം നൽകിയിട്ടുള്ളത്. നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള പുത്തൻ വഴികളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും അതിനടിസ്ഥാനപ്പെടുത്തി നമുക്കെങ്ങനെ കേരളത്തിൻ്റെ പൊതുവായ നഗരവൽക്കരണ പ്രക്രിയയിലുള്ള ഇടപെടൽ ഫലപ്രദമാക്കാം. മുനിസിപ്പൽ ബോണ്ടും മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയും കാലാവസ്ഥാ വ്യതിയാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവിധ നിർദ്ദേശങ്ങളുമെല്ലാം ഭാവി കേരളത്തിന് ദിശാബോധം നൽകുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നവകേരള നിർമ്മാണത്തിനുള്ള വളരെ ശ്രദ്ധേയമായൊരു ചുവടുവെപ്പാണ് നഗരനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു പത്രം ഈ നയത്തിനു പിന്നിൽ CPM ഇടപെടലാണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരങ്ങളിൽ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് ഈ നയം തയ്യാറാക്കിയത് എന്നും എഴുതുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളുമാണ് എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ എത്രയോ കാലമായി ഇതേക്കുറിച്ച് ചർച്ചകൾ നടക്കുകയായിരുന്നു. നഗര നയ കമ്മീഷനെ സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചതാണ്. അവർ അതിനുശേഷം ഇടക്കാല റിപ്പോർട്ട് കൊടുത്തു, അന്തിമ റിപ്പോർട്ടും കൊടുക്കുകയുണ്ടായി. വലിയ പ്രാധാന്യത്തോടെ ഈ റിപ്പോർട്ട് കൊടുത്ത കാര്യം ഞാൻ ഈ പറഞ്ഞ പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് പൊതുജനങ്ങളുമായും വിദഗ്ധരുമായും
ജനപ്രതിനിധികളുമായും എല്ലാം ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര അർബൻ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സമഗ്രമായ നയമാണ് ഇങ്ങനെ CPM സെൻട്രൽ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശിച്ചതനുസരിച്ച് അതും നഗരസഭയിൽ തോറ്റതിനെ തുടർന്ന് ഒരു നയമായി രൂപപ്പെടുത്തുകയാണ് എന്ന് പറയുന്നത്. ഇത് സമഗ്രമായ, ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്ത് കമ്മീഷൻ്റെ തന്നെ റിപ്പോർട്ടിൻ്റെ മേലെ വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കമ്മീഷനാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി UDFൻ്റെ മുഖപത്രം പോലെ ഇതും ഈ വാർത്തയും തെറ്റായ രീതിയിൽ അവലോകനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.